ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർമി ട്രാവലർ. നമ്മുടെ ട്രാവലിംഗ് തുടങ്ങിയിട്ട് ഇന്ന് 16ാമത്തെ ദിവസമാണ്. നമ്മളിപ്പോൾ ലഡാക്കിലെ തഗ്ലങ്ല പാസ് ക്രോസ് ചെയ്ത് ലേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലേയിൽ നിന്ന് കർത്തുങ്ല പോകുന്ന റൂട്ടിൽ സൗത്ത് പോളിലാണുള്ളത്. ഇവിടെ ക്ലൈമറ്റ് ഫുള്ള് പാക്ഡാണ്. മുന്നോട്ട് വണ്ടികളൊന്നും കടത്തി വിടുന്നില്ല, ഫുൾ ഐസ് വീണുകൊണ്ടിരിക്കുകയാണ്. ടയറിൽ ചെയിൻ ഇട്ടിട്ട് 4 വീലേഴ്സിനെ മാത്രം കടത്തി വിടുന്നുണ്ട്. ചെറിയൊരു 2 വീലേഴ്സ് കോൺഫറൻസ് ആണ്. ഇവിടെയാണ് പാങ്കോങ്ങിലേക്ക്. നമ്മൾ നേരെ ഇവിടുന്ന് ലഡാക്കിലേക്ക് പോകുന്നു. ലേന്ന് നമ്മൾ ചങ്ല പാസ് വഴി പാങ്കോങ്ങിലെത്തുന്നു. പാങ്കോങ്ങിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് നേരെ ഹുന്തറിൽ വന്ന് സ്റ്റേ ചെയ്യുന്നു. നുബ്ര വാലി കാണുന്നു. കർദുങ്ല വഴി ലേയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. നൈറ്റ് ലൈഫ് ഓഫ് ലേ സിറ്റി. ഇത് ലേയിലെ ലച്ചൻ പാൽക്കർ പാലസ് എന്നറിയപ്പെടുന്ന കൊട്ടാരമാണ്. ഈ പാലസിന്റെ മുകളിൽ നിന്ന് ലേയിലെ മുഴുവൻ സിറ്റിയും കാണാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ തഗ്ലങ്ല പാസ് ക്രോസ് ചെയ്ത് ലേറ്റോ എന്ന പ്ലേസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ലേറ്റോ എന്ന പ്ലേസിൽ ഹോം സ്റ്റേ അവൈലബിൾ ആണ്. അതുപോലെ ടെൻ്റ് അടിച്ച് താമസിക്കുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഈ കാണുന്നതാണ് ലേറ്റോ ബ്രിഡ്ജ്. ഇവിടുന്ന് ഒരു 80 കിലോമീറ്റർ ഉണ്ടാകും ലേയിലേക്ക്. ഇവിടുന്ന് ഫുള്ള് ഡൗൺ ആണ്. അപ്പോൾ നമ്മൾ സമുദ്രനിരപ്പിൽ നിന്ന് 13,500 ഫീറ്റ് ഹൈറ്റിലാണുള്ളത്. ടെമ്പറേച്ചർ വളരെ തണുപ്പ്, അതുപോലെ തന്നെ മരങ്ങളൊന്നും ഇല്ലാത്തൊരു ഭൂപ്രദേശമാണ്. അങ്ങനെ നമ്മൾ കുറേ ദൂരം വരുമ്പോൾ തന്നെ കോണ്ടിനെൻറ്റ് ചേഞ്ചായി പച്ചപ്പുകളൊക്കെ കാണാൻ നല്ല അട്രാക്ഷനുള്ള റൂട്ടാണ്. വരുന്ന വഴിക്ക് ചില സ്ഥലങ്ങളിലൊക്കെ റോഡ് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡൗണായി കുറച്ച് പ്ലെയിനായിട്ടുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇത് മേറു എന്ന് പറഞ്ഞൊരു വില്ലേജാണ്. ഈ വില്ലേജിൽ കൂടുതലും ബുദ്ധിസ്റ്റിൻ്റെ പഗോഡാസ് ആണുള്ളത്. ഈ വൈറ്റ് കളറിൽ കാണുന്നതെല്ലാം അവരുടെ ടെമ്പിൾസാണ്. വിദ്യാസാഗറും ഫ്രണ്ട് നമ്മുടെ മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം പോകുമ്പോൾ ഉപ്ഷി എന്ന് പറഞ്ഞ പ്ലേസിലേക്കാണ് പോകുന്നത്. അതിന് മുന്നേ ഒരു ചെക്കിംഗ് പോയിന്റ് ഉണ്ട്. ആ ചെക്കിംഗ് പോയിന്റാണ് ഈ കാണുന്നത്. ഈ ചെക്കിംഗ് പോയിന്റിൽ നമ്മുടെ നെയിമും അതുപോലെ വണ്ടിയുടെ നമ്പറൊക്കെ നോട്ട് ചെയ്യും. പിന്നെ ഒരു ചെറിയ ഫീസ് കൂടെ ഉണ്ട് ഇവിടെ. ഇവിടെ നേരെ ഉപ്ഷി ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നേരെ ഉപ്ഷി വില്ലേജിലോട്ട് കടന്നിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം കടകളും ഹോം സ്റ്റേകളൊക്കെ അവൈലബിൾ ആണ്. ഇൻഡസ് റിവറിൻ്റെ സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഒരു 47 കിലോമീറ്റർ ഉണ്ട് ലേയിലേക്ക് എത്താൻ. പച്ച കളറിലാണ് നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ നദിയിൽ അഡ്വഞ്ചറായിട്ടുള്ള സ്പോർട്സ് ഇനമായ റിവർ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലാണ് അതിൻ്റെ ടൈമിങ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡെല്ലാം നൈസായിട്ടുള്ള റോഡാണ്. വീണ്ടും നമ്മുടെ കോണ്ടിനെൻറ്റ് ചേഞ്ചായി പോകുന്ന വഴിയിലിടയ്ക്കൊക്കെ ആർമി ക്യാമ്പുകളൊക്കെ കാണാം. ഇപ്പോൾ നമ്മൾ കാറു എന്ന് പറഞ്ഞ വില്ലേജ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഈ വില്ലേജിൽ നിന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പാങ്കോങ് ലേക്കിലേക്ക് പോകുന്ന റൂട്ടാണ്. അടുത്ത് റാംബിപ്പോർ എന്ന് പറഞ്ഞ ഒരു വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നെൽകൃഷിയും അതുപോലെ വെജിറ്റബിൾസൊക്കെ കൃഷി ചെയ്യുന്ന പ്ലേസാണ്. വെൽക്കം ടു ലേ. അങ്ങനെ ലേയിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 2 മണിയായിട്ടുണ്ടാവും. നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഏർലി മോർണിംഗ് ലേ പാലസിലോട്ട് പോവുകയാണ്. ഇവിടെ നൈറ്റിൽ ടെമ്പറേച്ചർ -1, 2 ആണ്. ഡെയിലി വന്നിട്ട് 7, 8, 9 ഡിഗ്രി സെൽഷ്യസ് വരെ പോകുന്നുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം കല്ലുകളൊക്കെ പാകിയ ഒരു ഫുട്പാത്താണ്. ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം വന്നിട്ട് 7 AM to 4 PM ആണ്. 15 റുപ്പീസാണ് ഇവിടുത്തെ എൻട്രി ഫീസ്. 7 നിലകളാണ് ഈ പാലസിലുള്ളത്. സെങ്കി നാംഗേൽ എന്ന രാജാവാണ് ഈ പാലസ് നിർമ്മിച്ചത്. 424 വർഷം പഴക്കമുള്ള പാലസാണ്. 1600-ലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. ഇവിടുത്തെ കൺസ്ട്രക്ഷനെല്ലാം ടിബറ്റൻ ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. നേരെ കയറി പോകുമ്പോൾ കാണാൻ സാധിക്കുന്ന ശ്രീബുദ്ധൻ്റെ ഫോട്ടോസും അതുപോലെ ഇവിടുത്തെ ലൊക്കേഷൻ സ്കെച്ചുമാണ്. ഫോട്ടോസെല്ലാം ഫോക്കസ് ലൈറ്റൊക്കെ വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോർ വഴി നേരെ കയറി വരുന്ന ഒരു ബാൽക്കണിയിലോട്ടാണ്. ആ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ലേ സിറ്റി മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റും. ക്ലൈമറ്റ് മൊത്തത്തിൽ പാക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ നൈറ്റ് -°C ആണുള്ളത്. ലേ സിറ്റിയിലെ വൈബാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ തണുപ്പ് കായാൻ വേണ്ടി ചെറിയൊരു സ്റ്റാൻഡിൽ ടിൻഡറൊക്കെ വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഇവിടുന്ന് സെക്കൻഡ് ഫ്ലോറിലോട്ട് കയറുകയാണ്. അതിനുള്ളിൽ ശ്രീബുദ്ധൻ്റെയും അതുപോലെ ദലൈലാമയുടെയും ഫോട്ടോസാണുള്ളത്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ദിയ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഫ്ലോറിലോട്ട് കയറുകയാണ്. വളരെ പുരാതനമായ പാലസായ കൂടെ നല്ല മെയിൻ്റനൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫ്ലോറിൽ വന്നിട്ട് പാലസിൻ്റെ ഫ്രണ്ട് വ്യൂ ഉള്ള ഫോട്ടോസാണുള്ളത്. ഇവിടുന്ന് നെക്സ്റ്റ് ഫ്ലോറിലോട്ട് കയറി പോവാണ്. ഈ ഫ്ലോറിൽ വന്നിട്ട് പാലസിൻ്റെ ഹിസ്റ്ററിയൊക്കെ പറയുന്ന ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടോപ്പ് ഫ്ലോറിലോട്ട് കയറി പോവുകയാണ്.
ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ലേ സിറ്റി ഫുള്ള് കവർ ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് നമ്മൾ നേരെ കർത്തുങ്ല പാസ്സാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഒരു 38 കിലോമീറ്റർ ഉണ്ട് അവിടെ എത്താൻ. ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലോട്ട് പോകുന്നവരും തണുപ്പ് കൂടിക്കൊണ്ട് വരികയാണ്. പോകുന്ന വഴിക്കൊക്കെ ചിലയിടത്ത് റോഡ് വർക്ക് നടത്തുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം പോകുമ്പോൾ കുറച്ച് ഡേഞ്ചറായിട്ടുള്ള റോഡാണ്. സ്ലൈഡിങ് ഉള്ള സ്പോട്ടുകളൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് കുറച്ച് മുന്നിൽ ദൂരെ കാണാൻ സാധിക്കുന്നുണ്ട് ഐസ് വീഴുന്നത്. അത് ഐസ് വീണ് വൈറ്റായിട്ട് ഷെയ്ഡായിട്ട് കാണുന്നുണ്ട്. ഐസ് വീഴുമ്പോഴും അതുപോലെ മഴയുള്ള ടൈമിലൊക്കെ സ്ലൈഡിങ് ഒക്കെ ഉണ്ടാകുന്ന പ്രദേശമാണ്. അങ്ങനെ നമ്മൾ സൗത്ത് പോൾ എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. कल जाएगा लग नहीं रहा अभी जाएगा 4 किलोमीटर 4-5 बर्फ देखा क्या आपने? ഐസ് വീഴുന്ന കാരണം ടൂ വീലേഴ്സ് മുകളിലോട്ട് കടത്തി വിടുന്നില്ല. കർത്തുങ്ല പാസ് പോകാൻ വരുന്ന ടൂ വീലേഴ്സുകളെല്ലാം തിരിച്ചയച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇവിടുന്ന് പോക്കറ്റിൽ കൈയെടുക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണുള്ളത്. അത്രയ്ക്ക് തണുപ്പാണ്. എന്നാലും ടൂ വീലർ റൈഡ് ചെയ്ത് ഒരുപാട് റൈഡേഴ്സ് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. രാവിലെ അവിടെ നിന്ന് തിരിക്കുമ്പോൾ റോഡ് ഓപ്പണിംഗ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ക്ലൈമറ്റ് മൊത്തത്തിൽ ചേഞ്ച് ആയ കാരണം ആരെയും അങ്ങോട്ട് കടത്തി വിടുന്നില്ല. കാണുന്നത് സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഒരു ക്യാമ്പാണ്. അവരുടെ ഒരു ഡെറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ താഴെ നിന്ന് വരുന്ന വണ്ടികൾ അതുപോലെ ആൾക്കാരെല്ലാം ഇവിടെ എൻട്രി ചെയ്തിട്ടാണ് മുകളിലോട്ട് കടത്തി വിടുന്നത്. ഇവിടെ നമ്മുടെ മലയാളി റൈഡേഴ്സും അതുപോലെ നോർത്ത് ഇന്ത്യൻ റൈഡേഴ്സും നെക്സ്റ്റ് പോകേണ്ട ലൊക്കേഷൻ പ്ലാൻ ചെയ്യുകയാണ്. ഇവിടെയാണ് പാങ്കോങ്ങിലേക്ക്. നമ്മൾ നേരെ ഇവിടുന്ന് ലഡാക്കിലേക്ക് പോകുന്നു. ലേന്ന് നമ്മൾ ചങ്ക്ല പാസ് വഴി പാങ്കോങ്ങിലെത്തുന്നു. പാങ്കോങ്ങിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് നേരെ ഹുന്തറിൽ വന്ന് സ്റ്റേ ചെയ്യുന്നു. നുബ്ര വാലി കാണുന്നു. കർദുങ്ല വഴി ലേയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. പക്ഷെ നാളെ കർദുങ്ലയിൽ നമ്മളെ പോയിട്ട് വിട്ടിട്ട് Pangong. Yes, you want to go to Pangong, not from Nubra. I talk about the Changla Pass. Changla Pass will not come if you are going from Nubra to Pangong. Changla Pass will Our plan is from Leh. We are returning. ചങ്ക്ല പാസ് പോകാൻ പറ്റാത്തതിൻ്റെ ക്ഷീണം തീർക്കാനായി നേരെ ലേ സിറ്റിയിലോട്ട് വന്നിരിക്കുകയാണ്. അവിടെ നിന്ന് തിരിച്ചെത്തിയപ്പോഴേ രാത്രിയായി. ഇത് ലേയിലെ മാൾ റോഡ് എന്ന് പറഞ്ഞ പ്ലേസാണ്. ഇവിടെ വന്നിട്ട് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അതുപോലെ ഷോപ്പിങ്ങിന് ആവശ്യമായ സാധനങ്ങളെല്ലാം കിട്ടുന്ന പ്ലേസാണ്. ട്രാവലിംഗ് അറൗണ്ട് ദ ഇന്ത്യ നീഡ് ഫോർ യുവർ സപ്പോർട്ട് ഫുഡ് ആൻഡ് ഹോസ്റ്റൽ. ആ പുള്ളിക്കാർ അതിനു വേണ്ടിയാണ് ആ കല്ലിലിട്ട് കൊട്ടി സൗണ്ട് ഉണ്ടാക്കുന്നത്. ഇത് ടിബറ്റൻ ജുവൽസിൻ്റെ കടകളാണ്. ഇത് മാല, വള, കമ്മല് അങ്ങനത്തെ സാധനങ്ങൾ നല്ല എക്സ്പെൻസീവാണ്. കൈകൊണ്ടുണ്ടാക്കുന്ന ഒരു തൊപ്പിയാണ്. हमारे अपना साइड में बहुत गर्मी है. गर्मी होगा, सर्दी में सर्दी थोड़ा आता ना कहाँ गए आप? फिर होते बच्चा के लिए ഇടയ്ക്കിടയ്ക്കൊക്കെ ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എല്ലാം അടയ്ക്കാനുള്ള ടൈമായിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീനിങ് ആയിട്ടുള്ള പ്ലേസാണ്. തറയിലെല്ലാം ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. സെൻറ്ററിലൂടെ ഒരു ഡിവൈഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പബ്ലിക്കും വളരെ കുറവാണ് ഇപ്പോൾ. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതെല്ലാം ഇവിടുത്തെ ട്രഡീഷണൽ കുർത്താസും അതുപോലെ ചുരിദാറുകളൊക്കെയാണ്. ട്രഡീഷണൽ ഫുഡ് വന്നിട്ട് സ്കൂ ആൻഡ് തുപ്പ എന്ന് പറഞ്ഞ സാധനമാണ്. അതുപോലെ സൂപ്പും കിട്ടും. അതുപോലെ ഇവിടുത്തെ മെമ്മോയും ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ ഇവിടുത്തെ റൂം റെൻ്റൊക്കെ 800 to 1000 വരെയൊക്കെയാണ്. അതുപോലെ നെക്സ്റ്റ് വീക്കിൽ ദലൈലാമ ഇവിടെ വിസിറ്റ് ചെയ്യുന്ന വരെയാണ്. നെക്സ്റ്റ് വീക്ക് ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ്, ലഡാക്ക് സംസ്കാർ ഫെസ്റ്റിവൽ. അതിനുവേണ്ടിയാണ് പുള്ളിക്കാരൻ വരുന്നത്. ഐ ലവ് ലഡാക്ക്. ഈ കാണുന്ന ജുവൽസ് എല്ലാം ടിബറ്റൻസിൻ്റെ ഷോപ്സുകളാണ്. ഇവിടെ വളരെ എക്സ്പെൻസീവാണ്. മാലയ്ക്കൊക്കെ 600-700 രൂപയ്ക്കാണ് ചോദിക്കുന്നത്. ലേഡീസിനൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് വന്നിട്ട് ലഡാക്കിയാണ്. നമുക്ക് ഹിന്ദിയും സംസാരിക്കാം. നേരത്തെ ഒരാൾ തട്ടിക്കൊണ്ടിരുന്നതിൽ അതിലും വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമാണിത്. ഇവിടെ 2 വീലേഴ്സും 4 വീലേഴ്സും എല്ലാം റെൻറ്റിന് കിട്ടുന്നതാണ്. നെക്സ്റ്റ് ഹാൾ ഓഫ് ഫെയിം മ്യൂസിയവും അതുപോലെ മൊണാസ്ട്രി വിഷ്വൽസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.